പൊതുസമൂഹത്തെ സാംസ്കാരിക രംഗവുമായി കൂട്ടിയിണക്കുന്ന പാലമായി പ്രവർത്തിക്കാൻ കോൺഗ്രസിന്റെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതിക്ക് കഴിയണമെന്ന് കെ.പി. നൌഷാദ് അലി എം.എൽ.എ. പറഞ്ഞു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സ്വന്തം ആശയങ്ങളും ആദർശങ്ങളും പണയപ്പെടുത്താൻ തയ്യാറാകാത്ത തന്റേടിയായ കലാകാരനായിരുന്നു ഭരത് അവാർഡ് ജേതാവ് കൂടിയായ മലയാളത്തിന്റെ മഹാനടൻ സലീം കുമാർ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പള്ളപ്പുറം പി.ടി. മോഹനകൃഷ്ണൻ സ്മാരക സൗധത്തിൽ നടന്ന സംസ്കാര സാഹിതി പൊന്നാനി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ സലീം കുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഒരു ഇടത് ചായ്വിലേക്ക് കലാകാരന്മാരിൽ ഭൂരിഭാഗവും പോയി. അപ്പോഴും കോൺഗ്രസിനെ ഓർക്കുകയും പരസ്യമായി കോൺഗ്രസ് ആണെന്ന് പറയുകയും ചെയ്ത ഒരുപിടി കലാകാരന്മാരുണ്ട്. പ്രേംനസീർ തൊട്ട് ആ പട്ടിക തുടങ്ങുന്നുണ്ട്. ജഗദീഷ് ശ്രീകുമാറുണ്ട്, സലീം കുമാറുണ്ട്, ജഗദീഷ് ഉണ്ട്, അങ്ങനെ ഒരു സിദ്ദീഖ് ഉണ്ട്. അങ്ങനെ വലിയൊരു നിര കോൺഗ്രസ് ആണെന്ന് പരസ്യമായിട്ട് പറയാൻ തയ്യാറായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. തീർച്ചയായിട്ടും സാംസ്കാരിക സാഹിത്യ ഈ സാഹിത്യ സാംസ്കാരിക രംഗവും കോൺഗ്രസും തമ്മിലൊരു പാലമായിട്ട് വർത്തിക്കേണ്ട ഒരു സംഘടനയാണ്. ഏറ്റവും ചുരുങ്ങിയത് പൊന്നാനിയിലെ സാംസ്കാരിക രംഗത്തെയും പൊന്നാനിയിലെ കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് സാംസ്കാരിക സാഹിത്യം പ്രവർത്തിക്കുന്ന പക്ഷം അത് പ്രാദേശികമായിട്ട് നമുക്ക് വലിയ മുൻതൂക്കം നൽകാൻ ഇടയാക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സാംസ്കാരിക രംഗവുമായിട്ട് ഒരു സവിശേഷ ബന്ധം കാത്തു സൂക്ഷിക്കാനോ അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ബഹുമാനിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെയുള്ള ഒരു രാഷ്ട്രീയ ശൈലി നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പി. ശബരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവേള ഷാഫി, സാംസ്കാരിക സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രണവം പ്രസാദ്, സംസ്കാര സാഹിതി മലപ്പുറം ജില്ലാ ട്രഷറർ അടാട്ട് വാസുദേവൻ, രഞ്ജിത്ത് പൊന്നാനി, ജാസ്മിൻ ആരിഫ്, കലാഭവൻ അഷ്റഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മഹേഷ് ബാബു സ്വാഗതവും മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു.